നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഉമ്മൻചാണ്ടിയുടെ ഇടപെടലിനെ മറന്നാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ ട്രയൽ റൺ ഉദ്ഘാടനം ഇന്ന് നടന്നത്. കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാളുടെ സാന്നിധ്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. ഇടതുപക്ഷത്തിന്റെ ഇടപെടലിനെ മൊത്തത്തിൽ പുകഴ്ത്തിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നടത്തിയത്. മുഖ്യമന്ത്രിയായിരിക്കെ ഉമ്മൻചാണ്ടി നടത്തിയ ശ്രമങ്ങളെ സർക്കാർ ഓർത്തതോ പറഞ്ഞതോ ഇല്ല. വേദിയിൽ കോവളം MLA കോൺഗ്രസ് നേതാവുമായ M. വിൻസെന്റും ഉണ്ടായിരുന്നു. കേരളമാകെ അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയോട് മാപ്പ് പറയേണ്ട സാഹചര്യമാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും കൂട്ടരും ഉണ്ടാക്കിയ സാഹചര്യം. കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാരിനും അദാനി പോർട്ടിനുമടക്കം നന്ദി പറഞ്ഞ പിണറായിയാണ് ഉമ്മൻചാണ്ടിയുടെ സേവനത്തെ മറന്നത്. ഏതായാലും അത് വലിയ രീതിയിൽ തന്നെ വിമർശനങ്ങൾക്ക് ഇടവച്ചിട്ടുണ്ട്. അതേസമയം ഇന്ന് ഇടതുപക്ഷത്തെ മന്ത്രിമാരും അതുപോലെ തന്നെ പ്രമുഖരായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കളെല്ലാം ആ വേദിയിൽ ഉണ്ടായിരുന്നു. അവരെല്ലാം തന്നെ പ്രസംഗം നടത്തുകയും അതിലൊന്നും തന്നെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെക്കുറിച്ച് ഒരക്ഷരം പോലും സംസാരിച്ചിട്ടില്ല. ഇന്ന് VN വാസവൻ, മന്ത്രിയായിട്ടുള്ള VN വാസവൻ അടക്കം കവിത ചൊല്ലിക്കൊണ്ട്, മഹാകവി പാലാ നാരായണൻ നായരുടെ കവിത ചൊല്ലിക്കൊണ്ടാണ് അദ്ദേഹം പ്രസംഗം ആരംഭിച്ചത് തന്നെ. ആ കാവ്യഭാവന അർത്ഥപൂർണമാകുന്ന നിമിഷങ്ങൾക്കാണ് വിഴിഞ്ഞം സാക്ഷ്യം വഹിക്കുന്നത്. നാടിന്റെ വികസന ചരിത്രത്തിൽ തങ്കലിപികളാൽ ആലേഖനം ചെയ്യപ്പെടുന്ന പദ്ധതിയാണിത്. ലോകമെമ്പാടുമുള്ള മലയാളികൾ അഭിമാനത്തോടെയാണ് ഈ നിമിഷത്തെ നോക്കിക്കാണുന്നതെന്നാണ് മന്ത്രി സ്റ്റേജിൽ വെച്ച് പറഞ്ഞത്. VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരിക്കെ തുടങ്ങിയ പ്രൊജക്ടിൽ തുറമുഖ മന്ത്രിയായിരുന്ന M. വിജയകുമാറിന്റെ ഇടപെടൽ വരെ മന്ത്രി വാസവൻ ഓർത്തു. മുഖ്യമന്ത്രി പിണറായി വിജയൻ 2 മന്ത്രിമാരെ പ്രത്യേകം എടുത്തു പറഞ്ഞു. ആദ്യ പിണറായി സർക്കാരിൽ തുറമുഖ ചുമതല നോക്കിയ കടന്നപ്പള്ളി രാമചന്ദ്രനെയും അഭിനന്ദിച്ചു. ഇതിനൊപ്പം 2ാം സർക്കാരിൽ ആദ്യ മന്ത്രിയായിരുന്ന അഹമ്മദ് ദേവർകോവിലിനെയും അഭിനന്ദനം കൊണ്ട് മൂടി. ഉമ്മൻചാണ്ടിയെക്കുറിച്ച് ഒരക്ഷരം മുഖ്യമന്ത്രി പറഞ്ഞില്ല. VS അച്യുതാനന്ദനെയും പരാമർശിക്കാതെയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസംഗം. തുറമുഖത്തിന്റെ ക്രെഡിറ്റിനെ ചൊല്ലി മുന്നണികൾ തമ്മിൽ തർക്കം രൂക്ഷമാകുന്നതിനിടെയാണ് പദ്ധതിക്ക് കരാർ ഒപ്പിട്ട മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ പിണറായി പൂർണ്ണമായും ഒഴിവാക്കിയത്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തെ വിഴിഞ്ഞം കല്ലിടലോ ഒപ്പിടലോ മുഖ്യമന്ത്രി പ്രസംഗത്തിൽ പരാമർശിച്ചില്ല. പദ്ധതിയുടെ ചരിത്രം ഓർമ്മിപ്പിച്ചപ്പോഴും ഇടതു സർക്കാരുകളുടെ മികവിനെ പുകഴ്ത്തിയ വേളയിലും VS അച്യുതാനന്ദന്റെ പേരും പിണറായി സൂചിപ്പിച്ചില്ല. LDF സർക്കാരാണ് വിഴിഞ്ഞം തുറമുഖ അനുമതിക്കായി ആദ്യം ശ്രമിച്ചതെന്നും മുഖ്യമന്ത്രി അവകാശപ്പെട്ടു. 2007 വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ടിനെ നോഡൽ ഏജൻസിയാക്കി. 2010 ടെൻഡർ നടപടികൾക്ക് ശ്രമിച്ചു. അപ്പോൾ ചൈനീസ് കമ്പനി എന്ന് പറഞ്ഞ് ചിലർ ആക്ഷേപമുയർത്തി. അന്ന് മൻമോഹൻ സർക്കാരാണ് വിഴിഞ്ഞത്ത് പോർട്ടിന് അനുമതി നിഷേധിച്ചത്. 212 ദിവസം നീണ്ട ജനകീയ സമരം LDF നടത്തി. പിന്നീട് 2013 വീണ്ടും പദ്ധതി വരുന്നത്. നാം ഒറ്റക്കെട്ടായി ശ്രമിച്ചതിന്റെ ഫലമാണ് ഈ ദിനം. അന്താരാഷ്ട്ര ലോബികൾ ഇതിനെതിരെ പ്രവർത്തിച്ചു. ഇപ്പോൾ ഉദ്ഘാടനം ചെയ്ത 1ാം ഘട്ടം മാത്രമാണ്. 4ാം ഘട്ടം പൂർത്തിയാകുമ്പോൾ വിശാല തുറമുഖമായി മാറും. 2028 വിഴിഞ്ഞം സമ്പൂർണ്ണ തുറമുഖമായി മാറും. 10,000 കോടി രൂപയുടെ നിക്ഷേപത്തിന് വഴിയൊരുക്കും. ഇതിനു വേണ്ടുന്ന കരാർ ഒപ്പിടാൻ പോവുകയാണ്. അദാനി ഗ്രൂപ്പ് ഇക്കാര്യത്തിൽ പൂർണ്ണ സഹകരണത്തിന് തയ്യാറാണെന്ന് പിണറായി അറിയിച്ചു. അദാനി പോർട്സിന് രാജ്യത്ത് 8 സംസ്ഥാനങ്ങളിലാണ് തുറമുഖങ്ങളുള്ളത്. ഗുജറാത്തിൽ മാത്രം 4. മുദ്ര തുറമുഖമാണ് പ്രധാനം. ഇന്ത്യയിലെ ഏറ്റവും വലിയ വാണിജ്യ തുറമുഖമാണിത്. തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര, ഒഡീഷ, പശ്ചിമ ബംഗാൾ എന്നിവിടങ്ങളിലെല്ലാം തുറമുഖങ്ങളുണ്ട്. ഇതിനു പുറമെയാണ് വിഴിഞ്ഞം. ഓണത്തിനാകും വിഴിഞ്ഞത്ത് ഔദ്യോഗിക ഉദ്ഘാടനം. ഇതോടെ രാജ്യത്ത് അദാനിക്ക് 9 തുറമുഖമാകും. വിഴിഞ്ഞത്തേത് മദർ പോർട്ട് ആണെന്നതാണ് ശ്രദ്ധേയം. രാജ്യത്ത് ആദ്യ മദർ പോർട്ടും സ്വന്തമാക്കിയിരിക്കുകയാണ് അദാനി ഗ്രൂപ്പ്. പുതിയ നേട്ടം ഇതിലൂടെ സ്വന്തമാക്കുകയാണ്.